ഹലോ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്ക്. ഞാൻ ആതിര അർച്ചന. നമ്മുടെ കേരഫെഡ് എക്സാമിൻ്റെ സിലബസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. സിലബസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് സോഴ്സ് ഓഫ് ഫണ്ട് എന്നുള്ള കോർപ്പറേഷൻ പാർട്ടിലെ മൊഡ്യൂൾ എന്ന് പറയുന്നത്. നമ്മുടെ JCEക്കും കേരള ബാങ്കിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും ഏതൊരു രീതിയിലാണ് നമ്മുടെ ചോദ്യങ്ങൾ വരിക എന്നുള്ളത്. തീർച്ചയായിട്ടും നമുക്കെന്താണ് സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ് കൂടുതലായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ പ്രിപ്പറേഷൻസ് പോകേണ്ടത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോഴ്സ് ഓഫ് ഫണ്ട് എന്ന് പറയുന്ന ആ ഒരു മൊഡ്യൂളിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് കൺസിഡേർഡ് ആസ് എൻ ഇന്റേണൽ സോഴ്സ് ഓഫ് ഫണ്ട് ഫോർ എ കോപ്പറേറ്റീവ് സൊസൈറ്റി? താഴെ പറയുന്നതിൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെ ഇന്റേണൽ സോഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാത്തത് ഏതാണെന്നാണ്. എൻട്രൻസ് ഫീ, ഷെയർ ക്യാപിറ്റൽ, റിസർവ് ഫണ്ട്, ബോറോഡ് ഫണ്ട്. എന്താണ് എൻട്രൻസ് ഫീയും ഷെയർ ക്യാപിറ്റലും റിസർവ് ഫണ്ടൊക്കെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഇന്റേണൽ സോഴ്സ് ആണ്. എക്സ്റ്റേണൽ സോഴ്സ് ആയിട്ടുള്ളത് ബോറോഡ് ഫണ്ടാണ്. അപ്പോൾ അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ബോറോഡ് ഫണ്ടാണ്. അതൊരു എക്സ്റ്റേണൽ സോഴ്സ് ആണ്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് കളക്ടിങ് ആൻ എൻട്രൻസ് ഫീ ഓർ അഡ്മിഷൻ ഫീ ഫ്രം മെമ്പേഴ്സ്? എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് മെമ്പേഴ്സിൽ നിന്ന് അഡ്മിഷൻ ഫീ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി കളക്ട് ചെയ്യുന്നത് എന്നാണ്. ടു ബി റീഫണ്ടഡ് ടു ദ മെമ്പർ ലേറ്റർ, ടു മീറ്റ് പ്രിലിമിനറി എക്സ്പെൻസ് റിലേറ്റഡ് ടു ദ ഓർഗനൈസേഷൻ ആൻഡ് വർക്കിംഗ് ഓഫ് സൊസൈറ്റി, ടു ഇൻക്രീസ് ദ ബോറോവിംഗ് പവർ ഓഫ് സൊസൈറ്റി, ടു ഗെയിൻ കോൺഫിഡൻസ് ഇൻ ദ പീപ്പിൾ റിഗാർഡിംഗ് ദ സൊസൈറ്റി. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ പ്രിലിമിനറി എക്സ്പെൻസും ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് അതിന് വരുന്ന പ്രിലിമിനറി ആയിട്ടുള്ള എക്സ്പെൻസസ് ഒക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതിൻ്റെ വർക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ടും തന്നെയാണ് നമ്മൾ എന്താണ് മെമ്പർഷിപ്പ് ഫീ കളക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അഡ്മിഷൻ ഫീ കളക്ട് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ടു മീറ്റ് പ്രിലിമിനറി എക്സ്പെൻസ് റിലേറ്റഡ് ടു ദ ഓർഗനൈസേഷൻ ആൻഡ് വർക്കിംഗ് ഓഫ് സൊസൈറ്റി എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് എൻട്രൻസ് ഫീ ഓർ അഡ്മിഷൻ ഫീ ഈസ് ട്രൂ? അഡ്മിഷൻ ഫീനെ അല്ലെങ്കിൽ എൻട്രൻസ് ഫീനായിട്ട് സംബന്ധിച്ച് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ്. ദേ ആർ റിക്കറിംഗ് ഐറ്റം, ദേ ആർ റീഫണ്ടഡ് ടു മെമ്പേഴ്സ് വെൻ ദേ ലീവ് ദ സൊസൈറ്റി, ദേ ആർ നോൺ റിക്കറിംഗ് ആൻഡ് യൂസ് ഫോർ പ്രിലിമിനറി എക്സ്പെൻസ്, ദേ ആർ യൂസ് ടു പേ ഡിവിഡൻഡ് ടു മെമ്പേഴ്സ്. എന്താണ്? ദേ ആർ നോൺ റിക്കറിംഗ് ആൻഡ് യൂസ് ഫോർ പ്രിലിമിനറി എക്സ്പെൻസ്. അതായത് നോൺ റിക്കറിംഗ് നേച്ചറാണ് ഈ ഒരു എൻട്രൻസ് ഫീ അല്ലെങ്കിൽ അഡ്മിഷൻ ഫീ എന്ന് പറയുന്നത് നോൺ റിക്കറിംഗ് നേച്ചറാണ്. നെക്സ്റ്റ്, അണ്ടർ വാട്ട് സർക്കംസ്റ്റാൻസസ് ക്യാൻ എ മെമ്പേഴ്സ് ഷെയർ ക്യാപിറ്റൽ ബി ലീഗലി ട്രാൻസ്ഫേർഡ് ടു അനദർ ഇൻഡിവിജ്വൽ? ഏത് കേസിലാണ് അല്ലെങ്കിൽ ഏത് സിറ്റുവേഷനിലാണ് ഒരു മെമ്പറിൻ്റെ ഷെയർ ക്യാപിറ്റൽ മറ്റൊരാൾക്ക് ലീഗലി ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നാണ്. Upon the member's retirement, after 3 years of membership, upon the death of member, if the member decide to leave the society. എന്താണ്? upon the death of member ആണ്. മെമ്പർ മരിച്ചു കഴിഞ്ഞാലാണ് അയാളുടെ ലീഗൽ ഹെയറിന് അത് ട്രാൻസ്ഫർ ചെയ്യുന്നത്. നെക്സ്റ്റ്, വാട്ട് ഹാപ്പൻ ടു മെമ്പേഴ്സ് ഷെയർ ക്യാപിറ്റൽ ഇൻ ദ ഇവന്റ് ഓഫ് ദെയർ ഡെത്ത്? എന്താണ്? ഡെത്ത് സംഭവിച്ചാൽ എന്താ? The shares are returned to the society, the shares are legally transferred to the members' rightful nominee, the shares are distributed among other members, the shares are donated to charity. എന്താണ്? ഷെയർ അതിൻ്റെ ലീഗൽ ഹെയർസിന് ഷെയർസ് ആർ ലീഗലി ട്രാൻസ്ഫേർഡ് ടു ദ മെമ്പേഴ്സ് റൈറ്റ്ഫുൾ നോമിനി. വാട്ട് ഈസ് എ പ്രൈമറി പർപ്പസ് ഓഫ് റിസർവ് ഫണ്ട് ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ റിസർവ് ഫണ്ടിൻ്റെ പ്രൈമറി പർപ്പസ് എന്താണെന്നാണ്. To distribute dividend to members, to cover administration costs, to meet unforeseen contingencies that may arise in the future, to fund charitable activities. എന്താണ്? അൺഫോർസീൻ ആയിട്ടുള്ള കണ്ടിജൻസീസ്, അൺസർട്ടനിറ്റീസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിസർവ് ഫണ്ട് കീപ്പ് ചെയ്യുന്നത്. വിച്ച് ഫണ്ട് ഈസ് ക്രിയേറ്റഡ് ബൈ കോൺട്രിബ്യൂട്ടിംഗ് ആൻ എമൗണ്ട് നോട്ട് എക്സീഡിങ് 10% ഓഫ് നെറ്റ് പ്രോഫിറ്റ് ഫോർ എ ചാരിറ്റബിൾ പർപ്പസ്? എന്താണ്? ഏത് ഫണ്ടാണ്? കോമൺ ഗുഡ് ഫണ്ടാണ്. കോമൺ ഗുഡ് ഫണ്ടാണ് നമുക്ക് നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് നോട്ട് എക്സീഡിങ് 10% നമ്മൾ എന്താണ് ചാരിറ്റി പേർപ്പസിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് കോമൺ ഗുഡ് ഫണ്ടിൽ നിന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റോൾ ഓഫ് അഗ്രികൾച്ചർ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് ഓർ ബാഡ് ഡെപ്റ്റ് റിസർവ് ഫണ്ട്? എന്താണെന്നാണ്. ടു കവർ അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ്, ടു റിക്കവർ ഇർറിക്കവറബിൾ ലോൺ ഇഷ്യൂ ടു അഗ്രികൾച്ചറിസ്റ്റ്, ടു ബിൽഡ് ന്യൂ ഇൻഫ്രാസ്ട്രക്ചർ ഫോർ ദ സൊസൈറ്റി, ടു ഡിസ്ട്രിബ്യൂട്ട് ഡിവിഡൻഡ് ടു മെമ്പേഴ്സ്. എന്താണ്? To recover irrecoverable loan issued to agriculturist. Next, which committee advocated the creation of bad debt reserve? എന്താണ്? സ്പെഷ്യൽ ബാഡ് ഡെപ്റ്റ് റിസർവ്സ്
അഡ്വക്കേറ്റ് ചെയ്ത അല്ലെങ്കിൽ ആ ഒരു സ്പെഷ്യൽ ബാഡ് ഡെറ്റ് റിസർവ് വേണമെന്ന് നിർദ്ദേശിച്ച ആ ഒരു കമ്മിറ്റി ആരാന്നാണ് VL മേത്ത കമ്മിറ്റിയാണ്. വാട്ട് ഈസ് എ പേർപ്പസ് ഓഫ് ബിൽഡിംഗ് ഫണ്ട് ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി? എന്താണ് ബിൽഡിംഗ് ഫണ്ടിന്റെ പേർപ്പസ് എന്ന് പറയുന്നത്? ടു അക്യുമുലേറ്റ് ഫണ്ട് ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് സൊസൈറ്റീസ് ഓൺ ബിൽഡിംഗ്. സൊസൈറ്റീൻ്റെ സ്വന്തമായിട്ടുള്ള ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫണ്ട് അക്യുമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ബിൽഡിംഗ് ഫണ്ടിന്റെ മെയിൻ ആയിട്ടുള്ള പേർപ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് സോഴ്സ് ഓഫ് ഫണ്ട് എന്ന് പറയുന്ന കേരാഫെഡ് അക്കൗണ്ടൻറ്റ് സിലബസിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് അറിയാം CSEB എക്സാമും CSEBയുടെ ജൂനിയർ ക്ലർക്ക് കാഷ്യർ എക്സാമും അതുപോലെ തന്നെ കേരാഫെഡ് അക്കൗണ്ടൻറ്റ് എക്സാമും നമുക്ക് എന്താണ് അടുത്ത് തന്നെ വരുന്നുണ്ട്. ഫെബ്രുവരി മാസത്തിൽ നമുക്ക് എന്താണ് കേരാഫെഡ് എക്സാമും CSEBയും ഏകദേശം ആ ഒരു ടൈമിൽ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ 2 എക്സാമിനും 2 സഹകരണ മേഖലയിലുള്ള പരീക്ഷകൾ തന്നെയാണ്, കുറച്ച് വ്യത്യാസങ്ങളേ ഉള്ളൂ. അപ്പോൾ ആ 2 എക്സാമിനും നമുക്ക് ഒരുമിച്ച് പഠിക്കാനുള്ള അവസരമുണ്ട്. കോംബോ ഓഫറോടുകൂടി CSEBയുടെയും കേരാഫെഡിൻ്റെയും കോഴ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കോംബോ ബാച്ച് ഓഫേഴ്സ് ഈ ഒരു ക്രിസ്മസ് പ്രമാണിച്ച് അവൈലബിൾ ആണ്. അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഒരു ബോട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഒരുമിച്ച് ഇത്തവണത്തെ CSEB ജൂനിയർ ക്ലർക്ക് കാഷ്യർ എക്സാമും അതുപോലെ തന്നെ കേരാഫെഡിൻ്റെ അക്കൗണ്ടൻറ്റ് എക്സാമും നമുക്ക് CCയോടൊപ്പം ക്രാക്ക് ചെയ്യാം. താങ്ക്